എന്റെ കഴിഞ്ഞ മെസ്സേജിൽ സ്ത്രീകൾക്ക് ആത്മീയത്തിന്റെ ഹൈ ലെവലിലേക്ക്, ഏറ്റവും ഹൈയിലേക്ക് എപ്പോഴെത്താം, എങ്ങനെ എത്താം എന്നതിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ആകെ നിരാശയിൽ ആണ് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അവരുടെ എന്തൊക്കെ പ്രതീക്ഷകളൊക്കെ ഉദ്ദേശിച്ചതുപോലെ സക്സസ് ആകുന്നില്ല എന്നൊരു നിരാശ വന്നു. ഈ ആത്മീയത്തിന്റെ ഹൈ തലം എന്ന് പറയുമ്പോൾ അത് പലർക്കും ഈ ആത്മീയത്തിന്റെ ഏറ്റവും ഹൈ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയെങ്കിലും 2-3 മണിക്കൂർ കണ്ണടച്ച് ധ്യാനിച്ച് ചില അനുഭവങ്ങൾ. ഇപ്പൊ ചിലർ പറയുന്നുണ്ടല്ലോ, ദൈവത്തെ കണ്ടു എന്ന് വരെയൊക്കെ ചിലർ പറയുന്നുണ്ട്. ദൈവം എന്ന് പറയുന്നത് ഏതോ രൂപത്തിലുള്ള ഏതോ അദൃശ്യ ശക്തികളെ അവരുടെ ഭാവനാ രൂപങ്ങളിൽ കാണുന്നേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ചില ഉന്മാദ അനുഭവങ്ങളൊക്കെ അനുഭവിച്ച് ചില പ്രകാശങ്ങളും വെട്ടങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിലുള്ള ആത്മീയത്തിന്റെ ഹൈ എന്ന് വിചാരിക്കുന്നത്. അതല്ല ആത്മീയത്തിന്റെ ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ദൈവം പറഞ്ഞിരുന്ന ആത്മീയത്തിന്റെ ഹൈ തലം എന്ന് പറയുന്നത് ശരിക്കും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യജന്മത്തെക്കുറിച്ചും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരും. ഞാൻ ഈ ബോധം നിങ്ങൾക്ക് തരുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇതെല്ലാം അറിവാണ്. പക്ഷെ ഇതൊക്കെ ഉള്ളിലൊരു ബോധം ആയിട്ട് വരുമ്പോഴാണ് ഈ ആത്മീയത്തിന്റെ ഹൈ തലം എന്ന് പറയുന്നത്. ആ ലെവലിൽ വരുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെന്നിരിക്കാം, ഇങ്ങനെയുള്ള ദേവീ ദേവ അദൃശ്യ ശക്തികളെയൊക്കെ ഇങ്ങനെയൊക്കെ പല അനുഭവങ്ങളും വരാം. അതായത് ആ അറിവല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സിന്റെ ഒരു നിശ്ചയമാണ്, ദൃഢതയാണ്. ഇതാണ് ശരി, അല്ലെങ്കിൽ ഇതാണ് സത്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ പലരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അറിവ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ അറിവ് കിട്ടുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യമായിട്ട് നിൽക്കില്ല. പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം കേട്ടത് മറന്നു, ഇല്ലെങ്കിൽ കേട്ടത് തലയിരിഞ്ഞു പോകും. കുറച്ച് വ്യത്യാസങ്ങൾ വന്നു. ഇപ്പൊ തന്നെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ ആത്മീയത്തിന്റെ ഏറ്റവും ഹൈ തലത്തിൽ എത്തുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരു കമന്റ് കണ്ടത്, അയ്യോ അപ്പൊ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കൂലേ, അപ്പൊ ഞാൻ ആത്മീയത്തിന്റെ ഹൈ തലത്തിൽ എത്തിയാലേ പ്രാർത്ഥന ദൈവം കേൾക്കോളാം, അപ്പൊ എനിക്ക് ഈ ജന്മത്തിൽ ഇത് പറ്റൂലേ എന്നൊക്കെ ചോദിച്ചൊരു കമന്റ് കണ്ടു. ശരിക്കും ഈ പ്രാർത്ഥന എന്താണ് എന്നൊക്കെ ഞാൻ ആദ്യകാലത്ത് വിശദീകരിച്ചൊന്നും ഈ വ്യക്തിക്ക് മനസ്സിലായിട്ട് പോലുമില്ല. എനിക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഇതാണ് ഈ ബോധം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ് വരുന്ന ഒരു ഇതുണ്ട്, അത് ജ്ഞാനം. ആ ജ്ഞാനം ലഭിക്കുന്നവർക്കാണ് ഈ ബോധം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ വരുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ഏത് ഉറക്കത്തിലോ എങ്ങനെ വിളിച്ച് എന്ത് കാര്യം ചോദിച്ചാലും ആ പറയുന്ന കാര്യം കറക്റ്റ് ഓർമ്മയിൽ ഉണ്ടായിരിക്കും. അവരത് പറയുന്നത് കറക്റ്റ് ആയിരിക്കും, തെറ്റിപ്പോകൂല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരൂല, ഇങ്ങനെയൊന്നും വരൂല. കാര്യം നമ്മൾ അതിൽ 100% ഉറച്ച് ഇതാണ് സത്യം എന്ന രീതിയിൽ ഉറപ്പിച്ച് വെക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് നമ്മുടെ അനുഭവങ്ങളിലൂടെയൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. ഇപ്പൊ ഞാൻ ഈ മെസ്സേജുകളും കാര്യങ്ങളും കൊടുക്കുമ്പോൾ നല്ല ആത്മീയ ലെവലിൽ അനുഭവത്തിലൂടെ ജ്ഞാനം ലഭിച്ചിട്ട് ഇനി അടുത്ത എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന പലരും കാണും. അവർക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് ഗ്രഹിച്ച് അടുത്ത ലെവലിലോട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. എന്നാൽ ഈ സൃഷ്ടാവ ദൈവം ഉണ്ടെന്നും അല്ലെങ്കിൽ ആ ദൈവം തന്നെയാണ് ഇതെന്നും എല്ലാ മതങ്ങളും ഇതെല്ലാം ആ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരൊറ്റ ശക്തിയിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ ആദ്യമായിട്ടൊക്കെ മനസ്സിലാക്കി വരുന്നവർക്ക് ഇത് ശരിക്കും ജ്ഞാനം അറിഞ്ഞ് ആയി വരാൻ തന്നെ സമയമെടുക്കും. കാരണം ഈ കാര്യത്തിലൂടെ എല്ലാം, ഇനി അനുഭവങ്ങളിലൂടെ എല്ലാം പലതും മനസ്സിലാക്കി പഠിച്ചു വരണം. ഇനി ആത്മീയത്തിന്റെ ഹൈ ലെവലിൽ ഒരാൾ എത്തി എന്നതിന്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഈ ഭൗതികമായിട്ടുള്ള ഈ ആഹാരം നമ്മൾ നിത്യജീവിതത്തിൽ ഉള്ള യാതൊന്നിലോട്ടോ താല്പര്യം വരില്ല. വെറുതെ ഇരുന്ന് മനസ്സിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു എന്തൊക്കെയോ ഇൻഫർമേഷൻസുകൾ കിട്ടി ഇങ്ങനെ രാവിലെ മുതലേ ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവമായിട്ട് ഇങ്ങനെ ഇഴുകി ചുമ്മാ ഇരിക്കാനുള്ള ഒരു ആഗ്രഹമായിരിക്കും. അവർക്ക് ഭൗതികമായിട്ടുള്ള യാതൊരു കാര്യത്തിലോ ബോധം കാണൂല, ചിന്ത കാണൂല, ഒന്നും കാണൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ മലമൂത്ര വിസർജനം പോലും നടക്കൂല. കാരണം ആഹാരമേ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് ഇരിക്കുന്ന ഒരു ലെവലാണ് ശരിക്കും പറഞ്ഞ ആത്മീയത്തിന്റെ ഹൈ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ കുടലൊക്കെ ചിലപ്പോൾ ഒട്ടിപ്പോയെന്നിരിക്കും. എനിക്ക് ദൈവം പറഞ്ഞുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ ലെവലിലൊന്നും എത്തിയതേ ഇല്ല, അതാദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത് പോലെ
എന്നോട് ഇടപെടുന്ന ശബ്ദം, ആ ശക്തി എനിക്കിതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഞാനത് കേട്ട് നിങ്ങളൊക്കെ ശ്രമിക്കുന്നത് പോലെ ഞാനും ഓരോന്നോരോന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രമിച്ചെത്തിയത് കൊണ്ട് ആദ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എന്നോട് അങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരുപാട് സംശയങ്ങൾ ഞാൻ ചോദിക്കും. എനിക്ക് സംശയം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നിന് പറയും ഒന്നായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല. ഭയങ്കര സംശയം ചോദിപ്പാണ് ഞാൻ. ഇങ്ങനെ പറ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഉത്തരങ്ങൾ പലതും ഇപ്പം പറഞ്ഞു തരാത്ത ഉത്തരങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് ഉത്തരം പറയുന്ന കൂട്ടത്തിലാണ് ഈ ആത്മീയത്തിന്റെ ഏറ്റവും ഹൈ ലെവലിൽ ഞാൻ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞപ്പോ, നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ചോ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഒന്നിനെക്കുറിച്ചോ നമുക്ക് യാതൊരു ചിന്തയും കാണൂല. പകരം പല ചോദ്യങ്ങളും സംശയങ്ങളുമായിട്ട് ഇങ്ങനെ ഉത്തരം കിട്ടുന്നു, അടുത്ത ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നു. ഇങ്ങനെ ഇത് മാത്രമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ആഹാരം പോലും നമുക്ക് വിശപ്പ് വരൂല, അതിന്റെ ആവശ്യം വരൂല. നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി ഈ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ എനർജിയിൽ നിന്ന് നമ്മൾ ജീവിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് ഈ ഭൗതിക ഇങ്ങനെയുള്ള ആഹാരങ്ങളിലൂടെ എനർജി ഉണ്ടാക്കി ബോഡി സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്ന ആ സിസ്റ്റം മാറിയിട്ട് ധ്യാനത്തിലൂടെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തന്നെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഊർജ്ജം നമുക്ക് കിട്ടുന്ന ലെവലിലേക്ക് എത്തും. അപ്പൊ അതൊക്കെയാണ് ഞാൻ എത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പമായി വരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും എനിക്ക് ദൈവം പറഞ്ഞു തന്ന ആ ലെവലിലേക്കൊന്നും ഞാൻ എത്തി വന്നിട്ടില്ല. അപ്പൊ അപ്പോഴാണ് എന്റെ അടുത്ത് നിങ്ങളൊക്കെ ഈ സ്ത്രീകൾ ചിലർ ചോദിക്കുന്നത്, ആത്മീയത്തിന്റെ ഹൈയിൽ അയ്യോ ഇനി എത്താൻ പറ്റൂലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്തറിയാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ആദ്യം ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ആത്മീയത്തിന്റെ ആ ഒരു ഹൈ തലത്തിൽ നമുക്ക് എത്തണമെങ്കിൽ നമ്മളെ മനസ്സിൽ ഭൗതികമായിട്ടുള്ള യാതൊന്നിനെ കുറിച്ചോ ചിന്തയോ ഒന്നും വരരുത്. നിങ്ങളുടെയൊക്കെ ഈ അവസ്ഥയിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അങ്ങനത്തെ ഒരു മനസ്സ് നിങ്ങൾക്ക് ഇപ്പോ വന്നിട്ടുണ്ടോ? എന്നെ ഈ ആത്മീയത്തിന്റെ ഏറ്റവും ഹൈയിൽ എത്തണം എന്ന് ആഗ്രഹിച്ച് വിളിക്കുന്നവർ തന്നെ അവരുടെ കുടുംബ പ്രശ്നം, ഭർത്താവിന്റെ പ്രശ്നം, മക്കളുടെ പ്രശ്നം ഇതെല്ലാം വെച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് എന്നോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ആത്മീയത്തിന്റെ ഏറ്റവും ഹൈയിൽ എത്തണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആത്മീയത്തിന്റെ ഏറ്റവും ഹൈയിൽ എത്തുമ്പോൾ ജീവിത ചിന്താഗതികളെല്ലാം അതിൽ നിന്നെല്ലാം മോചനം നേടി വന്നാണ് അതിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ യാതൊരു ഭൗതികത്തിലുള്ള ഒരു ടെൻഷൻസോ ഒന്നും കാണൂല. അങ്ങനത്തെ ഒരു മനസ്സിലേക്ക് എത്തും. പക്ഷെ നമുക്ക് ഈ കടമകളും കാര്യങ്ങളും കിടക്കുന്ന കാലത്തോളം ആ ഒരു മനസ്സിൽ എത്തൂല. പക്ഷെ ഈ കടമയോ കാര്യങ്ങളോ നമ്മൾ പൂർത്തീകരിക്കാതെ നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചു മാറി എവിടെയെങ്കിലും നിന്ന് നമുക്ക് ദൈവം മതി, എനിക്ക് ആ ഒരു മനസ്സ് മതി എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ പോലും നിങ്ങളുടെ മനസ്സ് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഇതെല്ലാം ക്ലിയറായി വരിക. അങ്ങനെ വരുമ്പോൾ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വയസ്സായി, ഇപ്പൊ 60 വയസ്സ് 70 വയസ്സായി, എന്നിട്ടും നിങ്ങളുടെ മകന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ മകളുടെ എന്തെങ്കിലും വിഷയത്തിലോ നിങ്ങൾക്ക് ടെൻഷൻ, അത് എന്താവും എന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബം, അതായത് നമുക്ക് ടെൻഷൻ വരും എന്ന്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ് ഉത്തരം കിട്ടാതെ ഓടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏത് മേഖലയുണ്ടോ ആ മേഖലയെ നിങ്ങൾ ആദ്യം ജയിക്കണം. അവിടെ അതുവഴി ഇനിയൊരു വിഷയം വരരുത്. അതുവഴി നിങ്ങളുടെ മനസ്സ് കിടന്ന് ഓടാനുള്ള ഒരു അവസ്ഥ വരാത്ത ലെവലിൽ നിങ്ങൾ ഇപ്പൊ മാക്സിമം ഈ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് വേണ്ടത്. ഇതിൽ ഏറ്റവും വലിയൊരു കുരുക്കാണ് ഒരു വ്യക്തിയുടെ ആത്മീയത്തിന്റെ ഏറ്റവും ഹൈയിലേക്ക് എത്താതെ പിടിക്കുന്ന ഏറ്റവും വലിയൊരു കുരുക്കാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു കുരുക്ക്. ഇത് തിരിച്ചറിയുന്നവരാണ് കല്യാണവും ഇതൊന്നും വേണ്ടേ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഓടി ഒളിച്ചു കളയണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓടി ഒളിക്കുകയല്ല വേണ്ടത്, നമ്മൾ ജയിച്ച് ആ മേഖലയിലേക്ക് എത്തുക, അതാണ് വേണ്ടത്. ശരിക്കും എന്നിലൂടെ ദൈവം പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത് ഇത് ഈ 2012 ശേഷം ഒരു ദേവാസുര യുദ്ധം തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അതായത് തിന്മയെ നശിപ്പിച്ചിട്ട് നന്മ കയറി ജയിച്ച് വന്നിട്ട് ഒരു സത്യമായ ഒരു യുഗം, അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്ന ഒരു പുതിയ കാലഘട്ടം ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമാണത്. അപ്പം ആ കാലഘട്ടത്തിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് എനിക്കൊരു നിയോഗം ഉള്ളത്, ചില ജോലികൾ ചെയ്യേണ്ടത്. അപ്പം ഈ കൽക്കി എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം സ്ഥാപിക്കാനായിട്ട് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ചൈതന്യം ഇപ്പൊ ഭൂമിയിലുണ്ട്, പല വ്യക്തികളിലൂടെയും അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്നെ ദൈവം ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ ജോലി ഏൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗം എന്താണ്? ഈ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ കൂടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ നിന്നും കൊണ്ട് ഈ ആസുരിക ശക്തികളെ തോൽപ്പിച്ച് നമ്മൾ തന്നെ നമ്മുടെ ആസുരന്മാരെ നമ്മൾ തോൽപ്പിക്കണം. അങ്ങനെ തോൽപ്പിച്ച് ജയിച്ച് വേണം മുന്നോട്ട് വരാൻ. ഇത് എപ്പോ വേണമെന്ന് തോൽപ്പിക്കാം. നമുക്ക് ഒരാഴ്ച കൊണ്ടുപോകണമെങ്കിലും തോൽപ്പിക്കാം, ഒരു മാസം കൊണ്ടുപോകണമെങ്കിലും തോൽപ്പിക്കാം. പക്ഷെ അത്രയും ബോൾഡ് മൈൻഡ് നമുക്ക് വരണം.
ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ആ ഒരു മൈൻഡുള്ള എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചിലരുടെ മെസ്സേജ് കേട്ടിട്ട് അത് ഭയങ്കര വ്യത്യാസം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു, ഭർത്താവിന് മാറ്റമുണ്ട്, മക്കൾക്കൊക്കെ ഭയങ്കര ചേഞ്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ മൈൻഡ് അത്രയും ബോൾഡായിട്ട് അവർ സ്ട്രോങ് കയറി വരുന്നുണ്ടെന്നാണ്. പക്ഷെ 1.5 വർഷമായി ഇതൊരു യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. അതെപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാനസികമായിട്ട് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. പക്ഷെ എന്റെ ഈ മെസ്സേജിലൂടെ അറിവുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ ആ അറിവനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ജ്ഞാനം വരുന്നതുമില്ല. അതിലൂടെ വരുന്ന അതിനു വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പക്വതയിലേക്ക് വരുന്ന ഒരു ഉള്ളിൽ വരുന്ന ഒരു ബോധം അതും കറക്റ്റായി വരുന്നിട്ടില്ല. അപ്പൊ ഇത് വരാതെ പല കാര്യങ്ങളും നമ്മൾ മറന്നു. ഉള്ളിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ ആര് എന്ത് ചോദിച്ചാലും എന്നും വായിലൂടെ വരുന്ന ഒരേ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ മാറി മാറി പോവില്ല. അയ്യോ അങ്ങനെ വരുമ്പോൾ ഇതെന്ത് ചെയ്യും, അയ്യോ ഇപ്പൊ ഇതെങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെസ്സേജ് എന്നെ തിരിച്ചും മറിച്ചും പല രീതിയിൽ ഞാൻ പറയാത്ത കാര്യം വരെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ചിലർ സംശയം ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാരണം എന്ന് വെച്ചാൽ അറിവ് കിട്ടുന്നുണ്ട്, തലച്ചോറിലാണ് ഫീഡ് ചെയ്യണത്, അത് മറന്നു പോകുന്നുണ്ട്. അങ്ങനെയല്ല വരേണ്ടത്. നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടി നമ്മുടെ ഉള്ളിൽ തന്നെ അത് സ്റ്റോർ ചെയ്ത് അതാണ് നമ്മൾ എന്ന ലെവലിലേക്ക് മാറി വരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നോ വിഷയം വന്നോ അപ്പോൾ തന്നെ ഈ ചാഞ്ചാട്ട മനസ്സൊന്നും വരൂല. ഇതല്ലേ ശരി, അപ്പൊ അതായിരുന്നു, ഇങ്ങനെയുള്ള മനസ്സൊന്നും വരൂല. അപ്പൊ ഉള്ളിൽ നിന്ന് ആ ഒരു പൂർണ്ണ ബോധ്യം വരാത്തത് കൊണ്ടാണ് നമുക്ക് ഈ കൺഫ്യൂഷൻസ് ഒക്കെ വന്ന് ആ ഒരു ലെവലിലേക്ക് വരാത്തത്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണോ എന്ന് ഡൗട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇതിന്റെ പുറകിലുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ആത്മീയ വളർച്ചയിൽ തടസ്സം വരും. പക്ഷെ ഈ മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ ഈ തൊട്ട് മുമ്പ് വരെ അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ആത്മീയത്തിലെ ഏറ്റവും ഹൈ എന്ന് പറഞ്ഞ് ചില ഗുരുക്കന്മാര് ഈ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ധ്യാനവും പല പല യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവരാർക്കും ശരിക്കും പറഞ്ഞ ആ മോക്ഷം എന്ന ലെവലിലേക്ക് പോകാൻ പറ്റൂല. പക്ഷെ പറ്റും. എപ്പോ ഞാനീ പറഞ്ഞ അവസ്ഥയിൽ ആരുണ്ടോ അവർക്കത് പറ്റും. അതായത് പൂർണ്ണമായ മൈൻഡിനെ ഭൗതികമായിട്ടുള്ള യാതൊരു ചിന്തയിലോ ഒന്നിലോ ടെൻഷനോ അങ്ങനെ ഒന്നും ഇല്ലാതെ മനസ്സിലൊന്നും ഓടാതെ ആ ദൈവത്തിൽ മാത്രം അലിഞ്ഞ് നിന്ന് ഈ പ്രപഞ്ച സത്യങ്ങൾ ദൈവ സത്യങ്ങളെല്ലാം തിരിച്ചറിവ് വരുമ്പോ ഇത് തിരിച്ചറിവ് എന്ന് പറയണോ ഇല്ലേ, കാരണം ഈ ഗുരു എന്തെങ്കിലും പറഞ്ഞിടുമ്പോൾ അതും കേട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ ഉള്ളിൽ നിന്ന് ആ ചൈതന്യത്തിൽ നിന്നും ആൻസറുകൾ കിട്ടിയ ആ ഒരു തിരിച്ചറിവ് വരുന്നില്ല. അപ്പൊ എന്നിലൂടെ ദൈവം പറയുന്നത് ആ ഒരു ലെവലിലേക്ക് ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ ഇൻഫർമേഷൻസുകൾ കിട്ടുന്ന ലെവലിലേക്ക്, ആ ഇൻഫർമേഷൻ കിട്ടുന്നതിനാണ് ഈ ബോധം എന്നൊക്കെ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പൂർണ്ണ ബോധം എന്ന് പറയുന്നത്. അത് ഉള്ളിൽ നിന്ന് കിട്ടണം. ഉള്ളിൽ നിന്ന് നമ്മുടെ പല പല കാര്യത്തിന്റെ ആൻസേഴ്സ് ഉള്ളിൽ നിന്ന് കിട്ടണം. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടി ഞാൻ പറയുന്നതല്ലേ, ഇതേപോലെ നിങ്ങൾക്കും കിട്ടണം. കിട്ടിയാലേ നിങ്ങൾക്കത് 100% വിശ്വസിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എന്നിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അതിന് മാറി എനിക്ക് ചിന്തിക്കാനോ ജീവിക്കാനോ പ്രവർത്തിക്കാനോ എനിക്ക് പറ്റൂല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വീണുപോകും. എനിക്ക് എന്റെ ബലം, എന്റെ ഊർജ്ജം നഷ്ടപ്പെടും. അതേ അവസ്ഥയിൽ നിങ്ങളുമൊക്കെ എത്തിയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ എത്തി വേണം അവസാനം ഒരു ആഹാരമോ ഒന്നും വേണ്ട, എല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട എനർജി ഫുള്ളും കിട്ടി നമ്മൾ പൂർണ്ണമായി ആ ഒരു ലെവലിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. പക്ഷെ ഈ അവസ്ഥയിൽ നമ്മൾ എത്തി വരുമ്പോൾ തന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് എത്രയും പെട്ടെന്ന് പോകാനായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഭൂമി നിൽക്കാനേ തോന്നൂല. ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ആത്മീയത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ എനിക്കങ്ങ് വന്നാ മതിയേ എന്നായിരിക്കും നമ്മുടെ ആഗ്രഹം പ്രാർത്ഥനയും. അപ്പം അങ്ങനെ വരുന്ന വ്യക്തി അധികം നാൾ ഭൂമിയിൽ നിൽക്കുകയില്ല, താമസിക്കുകയില്ല. ഇതൊക്കെയാണ് ഈ ആത്മീയത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ കുടുംബമാണ്. ഈ കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെയാണ് ഈ ആസുരിക ശക്തികൾ നമ്മളെ തളച്ചിട്ടിരിക്കുന്നത് എന്ന സത്യം തിരിച്ചറിയണം. ഇപ്പം ഭാര്യ ആത്മീയത്തിന്റെ ഹൈയിലെത്തണം എന്ന ലെവലിൽ ശക്തമായി നിൽപ്പുണ്ട്. പക്ഷെ തലതിരിഞ്ഞ് നിൽക്കുന്ന ഭർത്താവ്, അതേപോലെ തലതിരിഞ്ഞ് നിൽക്കുന്ന ചില മക്കൾ. അപ്പം ഈ ഭാര്യയ്ക്ക് ഈ ആഗ്രഹം കാണും, ആ ഉള്ളിലെ ആത്മാവ് അത്ര കണ്ട് ആഗ്രഹിച്ച് ആ ഒരു വെപ്രളത്തിൽ നിൽപ്പുണ്ടായിരിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അറിവില്ലാത്ത കാലത്ത് നമുക്ക് അന്നുണ്ടായിരുന്ന ആത്മീയ വളർച്ചയ്ക്കനുസരിച്ച് നമ്മളിൽ ഉണ്ടായിരുന്ന കർമ്മ ദോഷങ്ങളുടെ ഫലമായി അപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടി. ആ കണ്ടീഷനിൽ നിന്ന് ജനിച്ച മക്കൾക്കും അതിൻ്റെതായിട്ടുള്ള കർമ്മത്തിന്റെ തുടർച്ച മക്കൾക്കും വന്നിട്ടുണ്ട്. അതായത് നമ്മളിലുള്ള നെഗറ്റീവ് മക്കളിലേക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെയാണ് ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിലേക്ക് എത്തണം, അല്ലെ ആത്മീയം മതി എന്ന ലെവലിലേക്ക് വന്നത്. പക്ഷെ എന്ത് പറ്റി? ആൾറെഡി ഒരു കുരുക്ക് വന്നുപോയി. ഇതാണ് അസുരന്മാർ നിങ്ങളെ മേൽ ജയിച്ചിരിക്കുന്ന ഒരു പരിപാടി. ഇത് സ്ത്രീകളുടെ കാര്യം. അതിനെ നിങ്ങൾ അതിജീവിക്കണം, അതിനെ നിങ്ങൾ ജയിക്കണം. അതെങ്ങനെ ജയിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഭർത്താക്കന്മാരുടെ കേസിലും
സ്നേഹപ്രേമം അല്ലെങ്കിൽ സ്നേഹിച്ച് കല്യാണം, വീട്ടുകാർ നിർബന്ധിച്ച് സ്ത്രീധനമൊക്കെ വാങ്ങിച്ച് കല്യാണം, ഇതെല്ലാം കഴിഞ്ഞ് ആകെ കുരുങ്ങി വരേണ്ട ഒരു ലെവൽ വന്നപ്പോ എന്നിലൂടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് അയ്യോ ഇതെല്ലാം കുരുങ്ങിപ്പോയല്ലോ എന്ന് മനസ്സിലായത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു കുരുക്കിൽ വീണ് കിടക്കുകയാണ്. ഇനി തള്ളിക്കളയാൻ ഓപ്ഷൻ ഇല്ല. എനിക്ക് ഭാര്യയെ നിന്നെ വേണ്ട, എനിക്ക് ആത്മീയം ദൈവം ഞാൻ സത്യം തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ പോയി ഒരാളെ വഞ്ചിക്കാൻ പറ്റൂല. അത് ദൈവത്തിന്റെ കണ്ണിൽ അടുത്ത തെറ്റാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ തെറ്റും അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് മനസ്സിലായിട്ടാണ് ഈ അസുര ശക്തികൾ നിങ്ങളെ കൊണ്ട് കുരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു വ്യവസ്ഥ, ദൈവത്തിന്റെ നിയമമുണ്ട്. ഞാൻ ആദ്യം എന്റെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു പുരുഷനാണ് ദൈവത്തെ തിരിച്ചറിയുന്നു, ആത്മീയം വരുന്നു, ആത്മീയ വളർച്ച സംഭവിക്കുന്നു. അപ്പം മനസ്സിലാകുന്നുണ്ട് ഭാര്യ നമുക്ക് യോജിച്ചതല്ല, പക്ഷെ ഉപേക്ഷിക്കാൻ യോഗമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഇല്ല, അത് വഞ്ചനയാണ്. അപ്പൊ പ്രകൃതി വ്യവസ്ഥയ്ക്ക് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനും പറ്റൂല. നമുക്കിപ്പോ ഇവിടെ വൈഫിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മക്കളെ ഉപേക്ഷിച്ച് നമുക്കങ്ങ് ചാടിക്കയറി ദൈവം എന്ന് പറഞ്ഞ് നിൽക്കാനും പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റുമോ അവിടെയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തിന്റെ നിയമത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഇങ്ങനെ ഉറച്ചു നിൽക്കുക, ഇത് പുരുഷന്മാരുടെ കേസിലാണ്. ഉറച്ചു നിൽക്കുമ്പോൾ ഇതുമായിട്ട് യോജിക്കാൻ പറ്റാത്ത നമ്മുടെ ആ വൈഫ് ശരിക്കും തലരിഞ്ഞ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നെഗറ്റീവായി നിൽക്കുന്ന ആളായിരിക്കാം. പക്ഷെ നമുക്ക് പോസിറ്റീവായി, നമുക്ക് ദൈവത്തിന്റെ കുറിച്ച് മനസ്സിലായി, നമ്മൾ ആത്മീയ വളർച്ച വരുന്നുണ്ട്, അതുമായിട്ട് യോജിച്ച് വൈഫ് വരുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ വൈഫിനെ മാറ്റി തരണേ, എങ്ങനെയെങ്കിലും പോസിറ്റീവാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാനേ വഴിയുള്ളൂ. അല്ലാതെ തർക്കിക്കാനോ പഠിപ്പിക്കാനോ പോയി കഴിഞ്ഞാൽ അടിയും വഴക്കും ഉറപ്പാണ്. കാരണം അവിടെ പൈശാചിക ശക്തിയിൽ വീണ്ടും നമ്മളെ കുലുക്കിക്കൊണ്ടേയിരിക്കും. കൂടുതൽ നമ്മളെ പാപികളാക്കി, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കർമ്മത്തെ തെറ്റിച്ച് നമ്മളെ വീണ്ടും നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പഠിപ്പിച്ച് ഭീഷണിപ്പെടുത്താനോ പഠിപ്പിച്ച് നന്നാക്കാനോ ശ്രമിക്കാൻ പോകാൻ പറ്റൂല. അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് യോജിച്ചതല്ല, ഏതെങ്കിലും നെഗറ്റീവ് ശക്തിയിലാണ് നമ്മളെ കൊണ്ട് കുരുക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ വൈഫ് തന്നെ നമ്മളെ വേണ്ട എന്നും പറഞ്ഞ് ഉപേക്ഷിച്ച് പൊയ്ക്കോളും, വേറെ വഴി നോക്കി പൊയ്ക്കോളും. അല്ലാതെ നമ്മൾ നിന്നെ വേണ്ട എന്നും പറഞ്ഞ് പുരുഷന്മാർക്ക് ഭാര്യയെ ഉപേക്ഷിക്കാൻ യോഗമില്ല, അല്ല അങ്ങനെ ഒരു നിയമമില്ല. നമ്മൾ ദൈവത്തിന്റെ റൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് ഭാര്യയോ മക്കളോ നമ്മളെ പിരിഞ്ഞു പോയാൽ ദൈവത്തോട് നന്ദിയും പറയുക, ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ചെയ്യുക. നമ്മൾ ആ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. തിരിച്ചിതേപോലെ ഭാര്യമാർക്കാണ് ദൈവത്തിന്റെ റൂട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ആത്മീയ വളർച്ച ഭാര്യമാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതേപോലെ വഴക്കുണ്ടാക്കാനോ പഠിപ്പിക്കാനോ ഭർത്താവിനെ ഉപേക്ഷിക്കാനോ നിയമമില്ല. എന്റെ അടുത്ത് പലരും വിളിച്ച് ഈ രണ്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ അടുത്തടുത്ത് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവം ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് അതിന്റെ അകത്തുനിന്ന് ഒരുപാട് സംശയങ്ങൾ വരും. അപ്പൊ അതൊക്കെ ഞാൻ ചോദിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സമയം വരുമ്പോഴേ എനിക്ക് ഓരോന്നോരോന്ന് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഓരോ പ്രധാനപ്പെട്ട സാധനമാണിത്. നമുക്കൊരു ആത്മീയ വളർച്ച വന്നാൽ നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്ക് ഉപേക്ഷിച്ചുകൂടാ. പക്ഷെ നിയമപ്രകാരം നമ്മളെ ശരിയാകുന്നില്ല, പണ്ടത്തെ പോലെ മദ്യപിക്കുന്നില്ല, പണ്ടത്തെ പോലെ തോന്നിയ ജീവിക്കുന്നില്ല. അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ പാർട്ട്ണർ അങ്ങനെ ഒരു ഉദാഹരണത്തിന് രണ്ട് ഭാര്യയും ഭർത്താവും കൂടെ നല്ല സിഗരറ്റൊക്കെ വലിച്ച് മദ്യപിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഭർത്താവ് എന്റെ മെസ്സേജോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഏതെങ്കിലും മെസ്സേജോ കേട്ടിട്ട് പെട്ടെന്ന് ആത്മീയ ഒരു ഉണർവ് ഒരു വളർച്ച സംഭവിച്ചിട്ട് എനിക്ക് ദൈവത്തിലോട്ട് എത്തുന്നത് ഇത് പറയുന്നത്. അപ്പൊ ആത്മാവ് പവർഫുൾ ആകുമ്പോൾ പെട്ടെന്ന് മൈൻഡ് സ്വഭാവം മാറും. ഭർത്താവ് മദ്യപാനം സിഗരറ്റിലേക്ക് നിർത്തുമ്പോൾ വൈഫിനത് ശരിയാവൂല. കാര്യം വൈഫ് അങ്ങനെയൊക്കെ ഒന്നിച്ചു കൂടി അങ്ങനെ എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കില്ല. അപ്പൊ അവിടെ വിഷയം വരും. ഇങ്ങനെ മാത്രം ഇയാൾ ഇങ്ങനെ ആയിപ്പോയി, അയാൾ അങ്ങനെ ആയിപ്പോയി. പിന്നെ കള്ളത്തരത്തിലുള്ള പണം ഉണ്ടാക്കുന്ന ബിസിനസ് ആണെങ്കിൽ അതെനിക്ക് വേണ്ടാന്ന് വെച്ച് കളയും. അപ്പൊ ഭാര്യ നോക്കുമ്പോൾ നല്ല സുഖിച്ച് സമ്പാദിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് തൊഴിൽ മതിയാക്കി ഇപ്പൊ പുണ്യാളനായിട്ട് നടക്കുന്നു. അപ്പൊ പിന്നെ കുത്തു സംസാരങ്ങള് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചാടിക്കയറി ഉപേക്ഷിക്കാൻ വഴിയില്ല. കാര്യം അറിവില്ലാത്ത കാലത്തും ആത്മീയത്തിൽ താന്നിരുന്ന അല്ലെങ്കിൽ മുരടിച്ചിരുന്ന സമയത്ത് പിശാച് കൊണ്ടുവച്ച് കുരുക്കാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് ഇപ്പൊ ബോധം വന്നു എന്ന് പറഞ്ഞ് ചാടിക്കയറി നമുക്ക് ഇവിടെ ഒരു കടമടപ്പുണ്ട്, നമുക്കത് തള്ളിക്കളയാൻ പറ്റൂല. ചിലപ്പോൾ അതിലൂടെ മക്കള് കാണും. പക്ഷെ ആ വൈഫ് പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട, ഞാൻ അങ്ങനെ ഒരു ഭർത്താവിനെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അങ്ങനെയായിരുന്നു നിങ്ങൾ, പക്ഷെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ അല്ല, അതുകൊണ്ട് എനിക്ക് എന്റെ വഴിക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ഒരു ഷാക്കന് കൊടുത്തങ്ങ് പറഞ്ഞു വിടുക. അവിടെ നമ്മൾ രക്ഷപ്പെട്ടു, ഈ കുരുക്കിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. തിരിച്ച് ഭാര്യമാരുമാണെങ്കിലും ഇതേ വഴിയേ ഉള്ളൂ, വേറെ വഴിയില്ല. ഭർത്താക്കന്മാർ നന്നാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. ഒരു രക്ഷയില്ല. നിങ്ങളുടെ രീതി അനുസരിച്ച് പുള്ളിക്കാരന് ശരിയാകുന്നില്ല എന്ന് കാണുമ്പോൾ പുള്ളിക്കാരൻ തന്നെ നമ്മൾ ഭാര്യമാരെ ഉപേക്ഷിച്ച് പൊയ്ക്കോളും. ഇതിന് വേറെ വ്യവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പൊ ഭാര്യയുണ്ട്, പക്ഷെ ഭാര്യയെ കൂടാതെ വേറെ പരസ്ത്രീ അവിഹിത ബന്ധമൊക്കെ ഭർത്താക്കന്മാർക്കുണ്ടെങ്കിൽ ആ ഒറ്റ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഭർത്താവിനെ വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റും. അല്ലാതെ ഭർത്താവ് സ്നേഹത്തോടെ നിൽക്കുകയോ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുകയോ ചെയ്താൽ ആ ഭർത്താവിനെ ഒരിക്കലും ഭാര്യമാർക്ക് വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത് ദൈവത്തിന് വിട്ടുകൊടുക്കുക.
ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പൊ നിങ്ങൾക്ക് യോജിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആക്കി നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ അല്ലെങ്കിൽ ദേവന്മാർ അത് ചെയ്തു തരും. ഇല്ലെങ്കിൽ പുള്ളിയെ നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ അപ്പോഴയ്യോ കീയോ എന്നും പറഞ്ഞ് വിഷമിക്കരുത്. നിങ്ങൾക്ക് ആത്മീയ വളർച്ച വലിയ ലെവലിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കാവൂ. ഒന്നുകിൽ പുള്ളി വേറെ വഴി നോക്കി പോകും, ഇല്ലെങ്കിൽ പലതും സംഭവിക്കാം. ഞാൻ എടുത്ത് പറയുന്നില്ല, ആവശ്യമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യുകയും നിങ്ങൾക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് വേണം അത് ഓക്കെ ആക്കാൻ. അങ്ങനെ ഓക്കെ ആക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ ശക്തിയിൽ തന്നെ പിരിച്ചിരിക്കും, മാറ്റിയിരിക്കും. കാര്യം അവരായിട്ട് പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് മാറിയിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ മാക്സിമം വളർന്ന് കയറി വരാം. അപ്പൊ നാളെ എങ്ങനെ ജീവിക്കും? പുള്ളി നല്ല വരുമാനമൊക്കെ തന്നുകൊണ്ടിരുന്നതല്ലേ, ഇപ്പൊ അതെല്ലാം നിന്നു പോകുമല്ലോ എന്ന് വിചാരിച്ച് പണത്തിന് വേണ്ടി നിങ്ങൾ ഒരു സൈഡിൽ ഭർത്താക്കന്മാരെ പിടിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ഭർത്താവ് പോയാലും നിങ്ങൾക്ക് നല്ലൊരു വഴി ഓപ്പണായി വന്ന് ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും എന്ന് 100% വിശ്വാസം ഉണ്ടെങ്കിലേ ആ രീതിയിലൊക്കെ പ്രാർത്ഥിച്ച് സ്വന്തമായി മാറാനുള്ള മനസ്സ് ഇവിടെ ആർജിച്ചെടുക്കണം. അല്ലാതെ അവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ, ഇതിന്റെ ഇടയിൽ ആത്മീയത്തിന്റെ ഏറ്റവും ഹൈ എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ഒരിക്കലും സംഭവിക്കൂല. ഈ പലർക്കും പറ്റുന്ന സംഭവം കുഴപ്പം അതാണ്. ഇതൊന്നും എല്ലാം ഒരു സൈഡിൽ കൂടെ വേണം. അപ്പൊ കക്ഷത്തിരിക്കണത് പോകാനും പാടില്ല, ഉത്തരത്തിരിക്കണത് എത്തിയെടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അതിൽ ഒന്നേ നടക്കുള്ളൂ. ഇതൊരു പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. ഇത് മനസ്സിലാക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബമൊന്നും വേണ്ട അല്ലെ ഉപേക്ഷിച്ചൊക്കെ എവിടെയെങ്കിലും ഒളിച്ചൊക്കെ ഓടിക്കളയുന്നത്. ഈ വിധ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ കാലഘട്ടത്ത്, ദൈവം സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്ത് അങ്ങനെ ഇരുന്നൊരു ആത്മീയ വളർച്ച പ്രതീക്ഷിക്കേണ്ട. ദൈവത്തിന്റെ കണ്ണിൽ അത് തെറ്റാണ്. അതിലൂടെ വേറെ നെഗറ്റീവ് ശക്തിയിലായിരിക്കും നിങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത്. മരണശേഷം അതൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഇതിനുള്ള ഈ കർമ്മത്തിന്റെ ഫലമൊക്കെ മറ്റ് ഡയമെൻഷനിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും. വീണ്ടും അടുത്ത ജന്മമെടുത്ത് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ശരിക്കും പാലിച്ച് പൂർണ്ണമായി, ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ വിവാഹമേ വേണ്ടാത്ത ഒരു ജന്മം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. കാരണം ഈ ജന്മത്തിൽ നടന്നില്ലല്ലോ. എന്നാൽ പൂർണ്ണമായി ദൈവം ദൈവം എന്നും പറഞ്ഞ് ആയുസ് മൊത്തം ഇരുന്നു, കടമകളൊന്നും കർത്ത ചെയ്തില്ല, മരണപ്പെട്ടു. ആ കർമ്മം തെറ്റിയതിന്റെ ഫലമൊക്കെ അനുഭവിക്കേണ്ടി വരും, ഇല്ലെന്നല്ല. എന്നിട്ട് അടുത്ത ജന്മത്തിൽ ഒരു വിവാഹം പോലും ഇല്ലാത്ത ലെവലിൽ ഭൂമിയിൽ ചിലപ്പോൾ ജന്മം നൽകി പൂർണ്ണമായ ദൈവത്തിലേക്ക് എത്തിച്ച് ഈ വ്യവസ്ഥകളെല്ലാം കറക്റ്റാക്കിയാലേ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. ഇത് പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. ഇതിന് എളുപ്പവഴി അങ്ങനെയൊന്നുമില്ല. ഒന്നുകിൽ ഈ ജന്മത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ശക്തമായി പ്രാർത്ഥിച്ചും ഈ ആസുരിക നമ്മളെ കുടുംബത്തിലിട്ട് കുരുക്കിയിട്ടിരിക്കുന്ന ആസുരിക ശക്തികളെ ജയിച്ചും നിങ്ങൾ മുന്നേറി വരിക. ഈ ജന്മത്തിൽ തന്നെ ആ പൂർണ്ണമായിട്ടുള്ള ആ സത്യയുഗത്തിലോട്ട് നിങ്ങൾ എത്തും. കാരണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വിൽ പവർ പോലെ ഇരിക്കും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, ഇത് ചില കാര്യങ്ങളൊക്കെ അടുത്തത്.